നമസ്കാരം. രാഹുലിനെതിരായ പരാതിയിൽ സർക്കാർ നിലപാട് സ്വീകരിക്കട്ടെ എന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഒ.ജെ. ജിനീഷ്. സർക്കാരിന്റെ കോർട്ടിലാണ് കാര്യങ്ങൾ. പരാതിക്കാരിയുടെ സദാചാരത്തെ യൂത്ത് കോൺഗ്രസ് ചോദ്യം ചെയ്യില്ല. രാഹുൽ കുറ്റക്കാരനെങ്കിൽ നടപടിയെടുക്കണം. പാർട്ടി നേരത്തെ നടപടിയെടുത്തു കഴിഞ്ഞതാണെന്നും ജിനീഷ് പ്രതികരിച്ചു. പരാതി ഇപ്പോഴാണ് വന്നത്. പരാതിയൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ കോൺഗ്രസ് പാർട്ടിയുടെ നടപടിയെടുത്തു. ഇത്തരത്തിൽ സമാനമായ പരാതികളും മറ്റു കാര്യങ്ങളൊക്കെ ഉയർന്നു വരുന്ന ഘട്ടത്തിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ എടുക്കാറുള്ള ഒരു ഡിഫൻഡും ആ വിഷയത്തെ സംബന്ധിച്ച് കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിരുന്നു. അദ്ദേഹം മാറി. തുടർന്നാണല്ലോ ഞാൻ പ്രസിഡൻ്റായിരുന്നു. KPC മെമ്പറായിരുന്നു. പിന്നെ പാർലമെൻ്ററി പാർട്ടി അംഗമായിരുന്നു. അപ്പോൾ പാർട്ടിയുടെ സ്ഥാനങ്ങളിൽ നിന്ന് നീക്കം ചെയ്യുകയും പാർലമെൻ്ററി പാർട്ടിയുടെ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുന്ന നടപടി പാർട്ടി എടുത്തു. അപ്പോൾ ആ വിഷയത്തെ സംബന്ധിച്ച് എടുക്കാവുന്ന നടപടികൾ പാർട്ടി നേരത്തെ എടുത്തതാണ്. ആ നടപടികളെല്ലാം തന്നെ ഇപ്പോൾ നിലനിൽക്കുകയാണ്. പരാതി വന്നത് ഇപ്പോഴാണ്. പരാതി ഇപ്പോൾ സർക്കാരിൻ്റെ മുമ്പിലുണ്ട്. സർക്കാർ ആ പരാതിയുമായി ബന്ധപ്പെട്ട് ഏത് അന്വേഷണം നടത്തുന്നതിനോടും യൂത്ത് കോൺഗ്രസ് ചെയ്യുന്നില്ല. ഇതിൽ കൃത്യമായ അന്വേഷണം നടക്കട്ടെ. അന്വേഷണത്തിൻ്റെ ഭാഗമായി അദ്ദേഹം കുറ്റക്കാരനാണെന്ന് തെളിയുന്ന ഘട്ടത്തിൽ അദ്ദേഹം ശിക്ഷിക്കപ്പെടട്ടെ. പക്ഷേ അന്വേഷണത്തിന് മുമ്പ് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങൾ പരിശോധിക്കപ്പെടുന്നതിന് മുമ്പ് സ്വാഭാവികമായും അതിന് പാർട്ടിയെയും സംഘടനയെയൊക്കെ പ്രതിസ്ഥാനത്ത് നിർത്തിയുള്ള ചർച്ചകളോട് സ്വാഭാവികമായിട്ട് പൊരുത്തപ്പെടാൻ വേണ്ടി സാധിക്കില്ല. ഇത്തരമൊരു വിവാദം ഉണ്ടാകുന്ന ഘട്ടത്തിലോ വിഷയം ഉയർന്നു വരുന്ന സമയത്ത് മറ്റ് രാഷ്ട്രീയ പാർട്ടികളൊന്നും എടുത്തിട്ടുള്ള ഒരു ഡിഫൻഡും ഒരു ഘട്ടത്തിൽ കോൺഗ്രസോ എടുത്തിട്ടില്ല. ഈ വിഷയത്തെ സംബന്ധിച്ച് ഒരു തരത്തിൽ പോലുമുള്ള ന്യായീകരണങ്ങളുമായി ഞങ്ങൾ ആരും ഇറങ്ങിയിട്ടുമില്ല. ഇപ്പോൾ പരാതി സർക്കാരിൻ്റെ മുമ്പിലാണ്. സർക്കാർ ആ പരാതിയുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ആക്ട് ചെയ്യേണ്ടത് എന്നതിനെ സംബന്ധിച്ച് അവർ ആക്ട് ചെയ്യട്ടെ. അതിനെപ്പറ്റി അന്വേഷിക്കട്ടെ. അന്വേഷിച്ച് അദ്ദേഹത്തിനെ സംബന്ധിച്ച് കുറ്റം തെളിയിക്കപ്പെടുകയാണെങ്കിൽ കോടതിയാണ് ശിക്ഷ വിധിക്കേണ്ടത്. അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ നിയമത്തിന്റെ വഴിക്ക് വിടുകയാണ്. കോൺഗ്രസിന്റെ വേദികളിൽ ഉണ്ടായിരുന്നില്ല. അത് തെറ്റായ പ്രചരണമാണ്. പ്രചരണങ്ങളിൽ ഇപ്പോൾ പ്രാദേശികമായ സ്ഥാനാർത്ഥികളിലായിട്ട് മത്സരിക്കുന്ന ആരെങ്കിലുമൊക്കെ അദ്ദേഹത്തിന്റെ സാന്നിധ്യം ആ ഘട്ടത്തിൽ ആവശ്യപ്പെട്ടതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം ഇറങ്ങിയിട്ടുണ്ടാകും. അത് പാർട്ടി നിർദ്ദേശമല്ല. പാർട്ടി നിർദ്ദേശം സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം KPC പ്രസിഡന്റും മറ്റു നേതാക്കന്മാരെല്ലാവരും എന്നെ സൂചിപ്പിച്ചു. പാർട്ടിയുമായി ബന്ധപ്പെട്ട ഒരു വേദികളിൽ അദ്ദേഹം പങ്കെടുത്തിട്ടില്ല. പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ പങ്കെടുക്കുന്ന ഒരു വേദികളിൽ അദ്ദേഹം ഉണ്ടായിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ നേതാക്കന്മാരെല്ലാം വളരെ കൃത്യമായി പറഞ്ഞതാണ്. അത് പ്രാദേശികമായിട്ടുണ്ടായിരുന്ന ചില പ്രവർത്തകരോ അല്ലെങ്കിൽ മത്സരിക്കുന്ന ആളുകളോ പാലക്കാടത്തെ കാര്യങ്ങളാണ് ഞാൻ സൂചിപ്പിച്ചത്. പാലക്കാട് നടന്ന കാര്യങ്ങളെ സംബന്ധിച്ചാണ്. പാലക്കാട് ഇപ്പോൾ അദ്ദേഹം ആ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇറങ്ങുന്നതിന് അവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളോ മറ്റുള്ള ആളുകളോ തടസ്സമില്ലാത്തതുകൊണ്ടാണല്ലോ സ്വാഭാവികമായിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം ഒരു MLA എന്ന നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ പ്രചരണത്തിന് വേണ്ടി ഇറങ്ങിയിട്ടുണ്ടാകും. അത് പക്ഷേ പാർട്ടിയുടെ തീരുമാനപ്രകാരമോ പാർട്ടി നിശ്ചയിച്ചതിൻ്റെ ഭാഗമായിട്ടോ ഉള്ള ഒരു പ്രചരണമല്ല. പാർട്ടിയെ സംബന്ധിച്ച് എടുത്തിട്ടുള്ള തീരുമാനം വളരെ നേരത്തെ തന്നെ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളതാണ്. 4 നടപടികളാണ് എടുത്തത്. നിങ്ങൾ നോക്കൂ, സമാനമായ ഏതെങ്കിലും ഒരു കേസ് ഉയർന്നു വരുന്ന ഘട്ടത്തിൽ അതിൻ്റെ മെറിറ്റോ ഡിമെറിറ്റോ എല്ലാം മാറ്റിവെച്ചേക്കാം. ഇതിന് മുമ്പുണ്ടായിരുന്ന ഏതെങ്കിലും ഘട്ടത്തിലൊക്കെ ഇത്തരത്തിലൊരു കേസ് വരുമ്പോൾ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിക്കുന്ന പോലും നടപടിയല്ലല്ലോ കോൺഗ്രസ് സ്വീകരിച്ചത്. പരാതി പോലും വന്നത് ഇന്നലെയാണ്. പരാതി വരുന്നതിന് എത്രയോ മുമ്പ് തന്നെ പാർട്ടി ഒരു നടപടിയെടുത്തു. അപ്പോൾ അതിനെ സംബന്ധിച്ച് പാർട്ടിക്ക് കൃത്യമായ സമീപനമുണ്ട്, കൃത്യമായ കാഴ്ചപ്പാടുണ്ട്. അതിലൊരു നിലപാട് നേരത്തെ തന്നെ എടുത്തിട്ടുള്ളതാണ്. അതിന് വ്യത്യസ്തമായ കൂടുതൽ